ഇപ്പോൾ രാമായണ മാസം ആയിട്ടാണ് ഈ കർക്കിടക മാസം ആചരിക്കുന്നത്. രാമായണം നമ്മളെല്ലാ കർക്കിടകത്തിലും രാമായണം വായിക്കും. രാമായണമെന്ന് പറയുന്നത് ശ്രീരാമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത്. അത് മര്യാദാ പുരുഷോത്തമനായി അദ്ദേഹം ഒരു ഇതിഹാസമായി ജീവിച്ച ഒരാളാണ്. നീതിയും ന്യായവും സത്യവും ഇല്ലാത്ത കാലത്ത് പൂർണ്ണമായും മനുഷ്യനെ നീതിയിലേക്കും സത്യത്തിലേക്കും ന്യായത്തിലേക്കും വിശ്വാസത്തിലേക്കുമൊക്കെ ക്ഷണിച്ച മഹത് വ്യക്തിത്വം, മഹത് പുരുഷൻ, വലിയ നമ്മൾ ലോകം കണ്ടിട്ടില്ലാത്ത അത്രയേറെ ഒരു ഇതിഹാസ പുരുഷനായി ജീവിച്ച നമ്മളൊക്കെ അത്ഭുതത്തോടെ കാണുന്ന ആ ഒരു വലിയ ഇതിഹാസത്തെ നമ്മൾ ഇന്നും ഓർമ്മിക്കുകയും തലമുറകൾ കൈമാറുകയാണ്. സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്ത് നിൽക്കണം, കരുണ വേണം, സ്നേഹം വേണം, സത്യം പുലരണം. അതാണ് രാമായണത്തിലൂടെ തലമുറകൾ കൈമാറി ആ സന്ദേശം പുതിയ തലമുറയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് രാമായണ മാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗാന്ധിജി അവസാനം വെടിയേറ്റ് മരിക്കുമ്പോൾ ഹേ റാം എന്ന് പറഞ്ഞാണ് മരിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ രാമൻ എന്തായിരുന്നു ഗാന്ധിജി എന്ന് നമുക്കൊക്കെ അറിയാം. ഗാന്ധിജിയുടെ ജീവിതം രാമൻ എന്ന് പറയുന്ന ആ ഇതിഹാസ പുരുഷനുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ജീവിച്ചതും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമൊക്കെ. ജനങ്ങൾക്ക് പൂർണ്ണമായും നീതി ലഭ്യമാവുക, മനുഷ്യനെ സ്നേഹിക്കുക, അക്രമവും അനീതിയും ഇല്ലാതാവുക, അഹിംസയിലൂടെ ആരെയും വേദന ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പ്രചോദനമാകുന്ന ഒരു വലിയ മെസ്സേജാണ്. അതാണ് ഗാന്ധിജിയും ഉൾക്കൊണ്ടത്. രാമരാജ്യം വരണം എന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്. ഗാന്ധിജിയുടെ രാമരാജ്യം പരസ്പരം കുഴപ്പങ്ങളില്ലാത്ത, തർക്കങ്ങളില്ലാത്ത, ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഗാന്ധിജിയുടെ ദർശനം. അത് രാമനിലൂടെ അദ്ദേഹം നേടിയതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിശ്വാസം ഇപ്പം ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിശ്വസിക്കുന്ന ദൈവവും ഞാൻ വിശ്വസിക്കുന്ന ദൈവമൊക്കെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് പല കൈവഴികളിൽ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നു എന്നുള്ളതല്ലാതെ ലക്ഷ്യമൊന്നാണ് ദൈവം.